ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു ഡി പി ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയുടെ പിറകിൽ നിങ്ങളുടെ പേര് എഴുതിക്കൊണ്ടുള്ള ഡി പി ആണ് ഇപ്പോൾ വാട്സപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് നമുക്കെങ്ങനെ ഇങ്ങനെയുള്ള ഡി പി ഈസി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ പേരും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ന് അതൊന്നല്ല പറയാൻ പോകുന്നത്, അതിലും എളുപ്പമായിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് ISL എങ്ങനെ ലൈവായി കാണാമെന്ന് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം, അതുപോയി കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലൂടെ വരിക. ഗീക്ക് സ്റ്റുഡിയോ മഞ്ഞപ്പട ജേഴ്സി മേക്കർ എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇപ്പോൾ ടോട്ടലി എത്ര ജേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കണക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 6 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ നല്ല 6 ലക്ഷത്തിലുപരി ജേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ആൾക്കാർ വന്നിട്ട് ഈ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി ജേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വെബ്സൈറ്റിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനൊക്കെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പല സർപ്രൈസ് ഒക്കെ വരാനുണ്ട് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഇവിടെ കാണാം. 3 ഡേയ്സ് കഴിഞ്ഞ് എന്തോ സർപ്രൈസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഈ വെബ്സൈറ്റിന്റെ ടോട്ടലായിട്ടുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൽ നിന്ന് എങ്ങനെ ജേഴ്സി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. കുറച്ചൊക്കെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആവും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആദ്യം തന്നെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത്, ജേഴ്സിയുടെ എഴുതുന്ന നിങ്ങളുടെ പേര് എഴുതുന്നത് ഏത് ഫോണ്ടിലാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതായത് നിങ്ങൾക്ക് ഫോണ്ടോളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റുന്നത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാനിവിടെ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും നിങ്ങളുടെ പേര് എഴുതാനുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങളുടെ പേര് എന്ത് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നമ്പർ ജേഴ്സി ആണോ വേണ്ടത് ആ ജേഴ്സിയുടെ നമ്പർ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം മേക്ക് എന്നതിൽ കൊടുത്താൽ കുറച്ച് സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ മതി. അധികം നേരമൊന്നുമില്ല, ജസ്റ്റ് 4-5 സെക്കൻഡോളം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ M10 എന്ന് പറയുന്ന ആ ഒരു ജേഴ്സി വളരെ ഈസിയാണ്, വളരെ ഈസി ആയിക്കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്താൽ മതി. ഇത് ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ ഡൗൺലോഡ് ജേഴ്സി എന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബാക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഫോണ്ടല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടതായ ഫോണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഫോണ്ടാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും മേക്ക് ചെയ്യുന്നതിൽ ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും ഒരു 5 സെക്കൻഡോളം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ 5 വേണ്ട, ജസ്റ്റ് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ഒരു ഫോണ്ട് മാറിയിട്ട് വേറെ ഒരു ഫോണ്ടിലോട്ടായി മാറിയിട്ടുണ്ട്. ജേഴ്സിയുടെ നമ്മുടെ നെയിമും അതേപോലത്തെ നമ്പറും വേറെ ഫോണ്ടിലോട്ടായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ജേഴ്സി ആണോ വേണ്ടി അത്രയും ജേഴ്സി ഈസി ആയിക്കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഏത് ഫോണ്ട് വേണം ആ ഒരു ഫോണിലൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഓൺ ഓപ്ഷനോട് മാറ്റാൻ നമ്മുടെ ചാനൽ ഇതുപോലെ വരുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.